ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നല്ല മഴ പെയ്യണ ദിവസം കേട്ടോ. അപ്പോൾ എന്നും മയം തന്നെയാണല്ലോ, മഴയൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര രസമാണല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ബ്രെഡ് വാങ്ങാൻ വേണ്ടി പോയതാണ്, പക്ഷെ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ് പോയാൽ പിന്നെ കണ്ടാൽ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് കടയിലേക്ക് പോണത്. ഇവിടെ വീടിൻ്റെ അടുത്തില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞല്ലോ പെരുന്നാൾക്ക് വന്നതാണ് വീട്ടിലെന്ന്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് ദിവസം ഇവിടെ ഒക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ വീട്ടിലെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം ഇന്ന് ബ്രെഡും കോഴിമുട്ട വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ. ചെറുതാക്കി എരിഞ്ഞ ഉള്ളിയൊന്നും ഞാൻ ഇവിടെ 2 സവാള ഇട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവൊന്നും പറയണില്ല, പലർക്കും പല ഇതിലേക്കാരല്ല വേണ്ടത്. അപ്പം അങ്ങനെ അതൊന്ന് ഉപ്പിട്ട് കണ്ടൊന്ന് വാട്ടി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊന്ന് ചതച്ചെടുത്താൽ കേട്ടോ. ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അതും ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എളുപ്പമുണ്ട് സംഭവം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കണമെങ്കിൽ സ്നാക്സ് ആയിട്ട് ആക്കണമെങ്കിലൊക്കെ പറ്റിയ റെസിപ്പി കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഉണ്ട് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് കണ്ട് മിക്സാക്കി കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുക കേട്ടോ. കാരണം അധികം ഓയിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അധികം ഇതൊന്നുമില്ല, ഒന്നുണ്ട് ഓയിൽ വെച്ച് കണ്ട് ഇതാക്കിയെടുത്തതാണ്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയിട്ട് ചേർക്കണത്, ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കണ്ട് നന്നായി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, കാരണം അത്ര ടേസ്റ്റാണ്. നമ്മൾ എളുപ്പമുണ്ട് പരിപാടി. പിന്നെ ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ വാട്ടണുണ്ട് എല്ലാവരും കരുതും റിസ്ക്കാണ്, ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്താ ഇപ്പോൾ സംഭവം എന്ന് കേട്ടോ. ഞാനത് 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ 4 കോഴിമുട്ട ഇട്ട് എടുത്തിട്ടുള്ളത്, അതൊന്ന് പൊട്ടിച്ച് കണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. പിന്നെ ഈ കോഴിമുട്ടയ്ക്ക് വേണമെങ്കിൽ കുരുമുളകും പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. എനിക്കാണെങ്കിലോ ഒരു പച്ചമുളക് തന്നെ എനിക്ക് ഭയങ്കര ഇതാട്ടോ, അധികം എരിവിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇനി മിക്സ് ഉണ്ടല്ലോ, നമ്മൾ വാട്ടിയ മിക്സ് ഇതിലേക്ക് ചേർത്ത് കണ്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി നന്നായി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇത് മിക്സായിക്കാണ്ട് നമുക്ക് ചട്ടി വെച്ചിട്ട് കുറച്ചൊരു ഓയിൽ വെച്ചിട്ട് അധികം പൊരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇതില്ലേ, അതിൽ അങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ സംഭവം എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത് തിരിച്ചും മറിച്ചിട്ട് കണ്ട് ഞാൻ കുറച്ചൊന്ന് മുരുക്കനാക്കുന്നുണ്ട് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതാക്കുക, എനിക്കാണെങ്കിൽ കുറച്ച് ഇങ്ങനെ മുരുക്കനെയാണ് ഇഷ്ടം. അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ നമുക്ക് ചായൻ്റെ കൂടെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളിയാണ് സംഭവം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സാൻഡ്വിച്ചിൻ്റെ ഒക്കെ പോലെ കോണിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായയും, അപ്പോൾ അങ്ങനെ ബ്രെഡ് പൊരിയും പിന്നെ നല്ല ചൂട് ചായയൊക്കെ ഈ മയത്തൊക്കെ നല്ല ടേസ്റ്റാണല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ സ്പെഷ്യലൊക്കെ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോസായിട്ട് വരണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.